ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റൊട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അംഗനവാടിയിൽ നിന്ന് കിട്ടിയ പൊടിയിലോട്ട് ഉള്ളിയും ചില്ലി ഫ്ലെക്സും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ് റൊട്ടി ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ച് കുട്ടികൾ സ്കൂളിലോട്ട് റെഡിയായിട്ട് ഇറങ്ങി. ഇന്ന് വണ്ടി ഇല്ലാത്തതുകൊണ്ട് അവർ നടന്നാണ് കേട്ടോ പോയത്. മഴ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഗപ്പികൾക്ക് കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തു. കുറേ ഗപ്പി കുഞ്ഞുങ്ങളായിട്ടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്, അടിയിലൊക്കെ കുറേ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് കുഞ്ഞിപ്പെണ്ണിനെയും കൂടി റെഡിയാക്കിയിട്ടോ നഴ്സറിയിലോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുതായിട്ട് മഴ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞായതുകൊണ്ട് അവളെ മഴയത്ത് നടത്തിക്കൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നെയ്ബറാണ് കേട്ടോ കൊച്ചിനെ കൊണ്ടുപോയി വിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ മത്തിക്കറി ഉണ്ടാക്കി, കുറച്ച് മീനെടുത്ത് വറുക്കുകയും കൂടി ചെയ്തു കേട്ടോ. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് സ്കൂൾ വിട്ട് കുട്ടികൾ വരാറുള്ള സമയമായി. ഭയങ്കര മഴയത്താണ് കേട്ടോ കുട്ടികൾ വന്നത്. ഇവരുടെ സ്കൂളിൽ ഏത് മഴയാണെങ്കിലും ഷൂസും ഷോക്സും ഒക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. എല്ലാം നനഞ്ഞു കുതിർന്നാണ് കേട്ടോ കുട്ടികൾ വീട്ടിലോട്ട് എത്തിയത്. കുഞ്ഞിപ്പെണ്ണ് കുറേ നേരമായി ചേട്ടനും ചേച്ചിയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അവർ വന്നത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ചേട്ടനും ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കൊച്ചു തറയത്തൊന്നും അല്ല കേട്ടോ. മീൻകറിയൊക്കെ ഉണ്ടാക്കി അപ്പപ്പോൾ ചോറുണ്ണാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നേരം കാത്തു നിന്നത്. അങ്ങനെ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ മീൻ വറുത്തതും മീൻ കറിയും കൂട്ടി ചോറുണ്ട് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ തന്നെ ചോറുണ്ടിട്ട് വരിക ചെയ്യാറ്. ഉണ്ട് തീരുന്നതിന് മുമ്പേ വണ്ടി റെഡി ആയിട്ടുണ്ടെന്നുള്ള ഫോൺ വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടിട്ട് ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോയി. വരുമ്പോഴത്തേനും കുറച്ച് സാധനങ്ങളും മേടിച്ചുകൊണ്ടാണ് കേട്ടോ വീട്ടിലോട്ട് വന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും അടുത്ത വീട്ടിലെ കൊച്ചു യൂട്യൂബ് നോക്കി പരീക്ഷിച്ച ഒരു ഐറ്റമുമായിട്ട് വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പനീറും ചീസും പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി സ്നാക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി രാത്രി ചോറുണ്ണേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്.